Hello dear students, welcome to 5th lecture of correlation. This 5th lecture is another problem side of correlation. In this lecture, we are going to discuss the Karl-Pearson correlation coefficient and the Spearman-Rank correlation method. The two important methods of the coefficient of correlation, the one is the Karl-Pearson correlation coefficient and another one is Spearman-Rank correlation. This lecture we are going to discuss the different patterns of the Karl-Pearson and the Spearman-Rank correlation methods. Okay, in 4th lecture we have studied the Karl-Pearson correlation coefficient. Okay, let us discuss another pattern of the Karl-Pearson correlation coefficient. That means another problem related with the Karl-Pearson correlation coefficient. Okay, this is a question. Find the Karl-Pearson coefficient correlation between age and play habit of the following data. There is a data. So find out the Karl-Pearson coefficient of correlation between age and play habit of the following data. Data there is age and there is information regarding the play habit. The age is 14 to 14.5 to 15.5, 15.5 to 16.5, up to 19.5 to 20.5. That is the range of the age. There is the interval and there is number of students 250, 200, 150, 120, 100, 80. That is total number of students. These are the regular players. And the regular 200, 150, 90, 48, 30, 12. അപ്പോൾ ഇങ്ങനെയാണ് ഡിസ്ട്രിബ്യൂഷൻ തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ഏജ് തന്നിട്ടുണ്ട്. ഏജ് ഒരു ഡിസ്ട്രിബ്യൂഷൻ വൈസ് ഡാറ്റയാണ് തന്നിട്ടുള്ളത്. കണ്ടിന്യൂസ് സീരീസിലൊരു ഡാറ്റയാണ്. ദെൻ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്, റെഗുലർ പ്ലേയേഴ്സ് ഉണ്ട്. നമ്മൾ ചോദിച്ചിട്ടുള്ളത് ഫൈൻഡ് ദ കോറിലേഷൻ ബിറ്റ്വീൻ ഏജ് ആൻഡ് പ്ലേ ഹാബിറ്റ് തമ്മിലുള്ള കോറിലേഷൻ കണ്ടുപിടിക്കാനാണ്. അപ്പോൾ ഇവിടെ പ്ലേ ഹാബിറ്റ് എന്താണെന്ന് എക്സാക്ട്ലി പറഞ്ഞിട്ടില്ല. ദെൻ ഏജ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, പക്ഷെ അത് കണ്ടിന്യൂസ് സീരീസിലാണ്. അപ്പോൾ നമുക്കിവിടെ എക്സും വൈയും ഡിസൈഡ് ചെയ്യുക എന്നാണ് നമ്മുടെ ആദ്യത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ലോജിക്. ഓക്കെ, ലെറ്റ്സ് find out x and y from the following distribution. നമുക്ക് ആദ്യം കണ്ടുപിടിക്കാം എക്സും വൈ ഇവിടുത്തെ എന്തായിരിക്കും. നമുക്ക് let's assume x as an age. നമുക്ക് ആദ്യത്തെ വേരിയബിൾ x is age, y is the play habit. y നമുക്ക് പ്ലേ ഹാബിറ്റ് ആയിട്ട് അസ്യൂം ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ചെയ്യുക. എപ്പോഴും ആദ്യത്തെ വേരിയബിൾ x ആയിട്ടും രണ്ടാമത്തെ വേരിയബിൾ നമ്മൾ y ആയിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ ടു വേരിയബിൾ ഏജ് ആൻഡ് പ്ലേ ഹാബിറ്റ്. അപ്പോൾ നമുക്ക് ഇവിടെ the first variable age is representing x and second variable play habit is the y. Okay, അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ വാരിയബിൾസ് തന്നിരിക്കുന്ന വാരിയബിൾസ് ഏജും പ്ലേ ഹാബിറ്റ് ആണ് ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഏജും പ്ലേ ഹാബിറ്റ് എന്ന വാരിയബിൾ ഏജ് ഇസ് എക്സ് ആൻഡ് പ്ലേ ഹാബിറ്റ് ഇസ് വൈ. ഇവിടെ നമുക്ക് ഏജുമായി റിലേറ്റ് ചെയ്യുന്ന ഇൻഫോർമേഷൻ എന്ന് പറഞ്ഞ കണ്ടിന്യൂസ് സീരീസിലുള്ള ഡാറ്റ തന്നിട്ടുണ്ട്. ഹിയർ ഏജ് ഈസ് ഗിവൻ എ കണ്ടിന്യൂസ് സീരീസ്. നമുക്കറിയാം ഏജ് കണ്ടിന്യൂസ് സീരീസിലാണ്. therefore we have to find out the mid values. അപ്പോൾ കണ്ടിന്യൂസ് സീരീസ് ഡാറ്റ വന്നാൽ അത് എക്സ്ക്ലൂസീവ് ഇന്റർവൽ ആണെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യണം അതിന്റെ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കാം. മിഡ് വാല്യൂസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഏജ് ഏത് ക്വസ്റ്റ്യനിൽ ചോദിച്ചു കഴിഞ്ഞാൽ കണ്ടിന്യൂസ് സീരീസിലാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ഡാറ്റ ഏജോ എഡ്യൂക്കേഷനോ ഇൻകമോ ഏതായിക്കൊള്ളട്ടെ അത് കണ്ടിന്യൂസ് സീരീസിലാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് അവിടെ എക്സ് കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യേണ്ടത് ഏറ്റവും സിമ്പിൾ ആയിട്ട് ലോജിക് മിഡ് വാല്യൂസ് കണ്ടുപിടിക്കലാണ്. Here the age is given the continuous series. Therefore we have to find out the mid values. അപ്പോൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നത് മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. The mid value can be is assumed as an x. ആ മിഡ് വാല്യൂ നമുക്ക് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാൻ സാധിക്കും. അപ്പോൾ എക്സ് കണ്ടുപിടിക്കുക ചെയ്യാവുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലോജിക്ക് നമുക്ക് മിഡ് വാല്യൂസ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ആൻഡ് സിമിലർലി ഹൗ ടു ഫൈൻഡ് ഔട്ട് ദ വൈ. പ്ലേ ഹാബിറ്റ് നമുക്ക് കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്കറിയാം നമുക്ക് 14 to 15 14.5 to 15.5 ടോട്ടൽ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 250 ആണ്. 250 ആണ് നമുക്ക് ടോട്ടൽ ആയിട്ട് വരുന്ന സ്റ്റുഡൻസ്. അതിൽ റെഗുലർ പ്ലേയേഴ്സ് 200 പേരാണ്. 250 200 പേരാണ് റെഗുലർ പ്ലേയേഴ്സ് ആയിട്ട് വരുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ആ പ്രൊപ്പോർഷൻ നോക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്ലേ ഹാബിറ്റ് കണ്ടുപിടിക്കാൻ സാധിക്കും. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. ഇവിടെ റെഗുലർ പ്ലേയേഴ്സ് 200 ആണ്, പക്ഷെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് 250ൽ 200 പേരാണ് റെഗുലർ പ്ലേയേഴ്സ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് അതിന്റെ പ്രൊപ്പോർഷൻ വെച്ചുകൊണ്ട് പ്ലേ ഹാബിറ്റ് പറയാനായിട്ട് സാധിക്കും. ലെറ്റ്സ് സീ എങ്ങനെയാണ് ചെയ്യാൻ നോക്കാം. ആൻഡ് ഹിയർ പ്ലേ ഹാബിറ്റ് കണ്ടുപിടിക്കാൻ ലോജിക് എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാം there is a regular players നമുക്കറിയാം 200 ആണ്. ഔട്ട് ഓഫ് എത്ര 250ലാണ്. അപ്പൊ 200 divided by 250 that means number of regular players is 200.
The total number of students 250. That's total number of students is a 250. Total number of students is a 250. Therefore, the 200 divided by 250 into 100, that's 80. ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എവിടെയെങ്കിലും പ്രൊപ്പോർഷൻ വൈസ് ഡാറ്റയാണ് തരുന്നതെങ്കിൽ അതിൽ നിന്നൊരു വാരിയബിൾ കണ്ടുപിടിക്കാൻ അതിന്റെ ഇക്വേറ്റ് ചെയ്ത പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ചാൽ ഇപ്പൊ നമുക്ക് നമ്പർ ഓഫ് സ്റ്റുഡൻസ് എന്നിട്ട് റെഗുലർ പ്ലേയേഴ്സ് എന്നിട്ട് അപ്പൊ അതിന് പ്ലേ ഹാബിറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ടോട്ടൽ അല്ലെ നമുക്ക് ഇതാണ് ബേസ് 200 റെഗുലർ പ്ലേയേഴ്സ് 200 ആണ്. അപ്പൊ 200 ഡിവൈഡഡ് ബൈ 250 into 100, ദാറ്റ്സ് 80. അപ്പൊ അങ്ങനെ നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? ഓരോ ഡിസ്ട്രിബ്യൂഷന്റെ y കണ്ടുപിടിക്കാൻ സാധിക്കും. വി കൻ കമ്പയർ ദ നമ്പർ ഓഫ് സ്റ്റുഡൻസ് വിത്ത് റെഗുലർ പ്ലേയേഴ്സ്. നമ്മൾ ചെയ്യുന്നത് ഇവിടെ റെഗുലർ പ്ലേയേഴ്സിനും നമ്പർ ഓഫ് സ്റ്റുഡൻസിനെ കമ്പയർ ചെയ്തുകൊണ്ടാണ് നമ്മൾ y കണ്ടുപിടിക്കേണ്ടത്, y എന്ന കൺസെപ്റ്റ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ അങ്ങനെ ഒരു ലോജിക്ക് ചിലപ്പോൾ യൂസ് ചെയ്യേണ്ടത്. ചിലപ്പോൾ നമുക്കറിയാം ഇവിടെ 3 സെറ്റ് ഓഫ് ഡാറ്റയാണ്. അപ്പൊ ഇവിടെ എക്സ് എക്സാക്ട്ലി എന്താണെന്ന് പറയുന്നില്ല, y എന്താണെന്ന് പറയുന്നില്ല. അപ്പൊ എക്സും y നമ്മൾ കണ്ടുപിടിക്കണം. എക്സ് കണ്ടുപിടിക്കാൻ കണ്ടിന്യൂസ് സീരീസ് നമ്മൾ എന്ത് ചെയ്യാം? അതിന്റെ ബിറ്റ് വാല്യൂസ് കണ്ടുപിടിക്കാം. ദെൻ ബാക്കി y കണ്ടുപിടിക്കുന്ന ലോജിക് ആയാലുണ്ടായിരിക്കും. കാരണം അങ്ങനെ ഒരു പ്രൊപ്പോർഷനേറ്റ് ഡാറ്റ ആണെങ്കിൽ അതിന്റെ പ്രൊപ്പോർഷൻ കണ്ടുപിടിച്ച് അതിന്റെ പെർസെന്റേജിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ വാല്യൂ 80 എന്ന് പറഞ്ഞു കിട്ടും. ഓക്കെ, ദർ ഇസ് എ ലോജിക് അപ്ലൈഡ് ഫോർ ദ ഫൈൻഡ് ഔട്ടിങ് എക്സ് ആൻഡ് y. ഓക്കെ, ലെറ്റ്സ് സീ വൺസ് അഗെയിൻ ഹൗ ടു എങ്ങനെയാണ് എല്ലാ സീരീസിന്റെയും എക്സും y എന്താണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, ദ ഫസ്റ്റ് നമുക്കറിയാം ഏജ് ഇസ് 14.5 to 15.5, 15.5 to 16.5, 16.5 to 7, up to 19.5 to 20.5. At the mid value, x നമ്മൾ പറഞ്ഞു, x means you are the mid values. അപ്പൊ നമുക്ക് ഈ ഡിസ്ട്രിബ്യൂഷൻ എല്ലാത്തിനും മിഡ് വാല്യൂസ് കണ്ടുപിടിച്ചാൽ നമുക്ക് x കിട്ടും. അത് ഫസ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ദ മിഡ് വാല്യൂ കണ്ടുപിടിക്കാൻ നമുക്കറിയാം ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഡിവൈഡ് ബൈ 2, രണ്ട് സീരീസ് വരും. ഫസ്റ്റ് പ്ലസ് സെക്കൻഡ് ഡിവൈഡ് ബൈ 2 15, സെക്കൻഡ് ഡിസ്ട്രിബ്യൂഷൻ 16, തേർഡ് ഡിസ്ട്രിബ്യൂഷൻ 17, ദെൻ അടുത്തത് 18, നെക്സ്റ്റ് ഡിസ്ട്രിബ്യൂഷൻ മിഡ് വാല്യൂ 19 വരും. അടുത്ത ഡിസ്ട്രിബ്യൂഷൻ മീൻസ് മിഡ് വാല്യൂ വരുന്നത് നമുക്ക് 20 ആണ്. അപ്പൊ നമുക്ക് ആ മിഡ് വാല്യൂസ് വെച്ചുകൊണ്ട് നമുക്ക് ഈ എക്സ് എന്ന കൺസെപ്റ്റിനെ അവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ കണ്ടിന്യൂസ് ആയിട്ട് ഡാറ്റാസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അതിന്റെ മിഡ് വാല്യൂസ് കണ്ടുപിടിക്കാം. വി വിൽ ഗെറ്റ് ദ എക്സ്. ആ കിട്ടും നമുക്ക് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യും. നമ്മൾ പറഞ്ഞ എക്സ്, ഏജ് ഈസ് എക്സ് ആൻഡ് പ്ലേ ഹാബിറ്റ് ഇസ് എ വൈ. അതിന് നമുക്കറിയാം പ്ലേ ഹാബിറ്റ് ആണ്. പ്ലേ ഹാബിറ്റ് നമ്മൾ എന്താ അസ്യൂം ചെയ്തിട്ടുണ്ട്? വൈ ആയിട്ട് അസ്യൂം ചെയ്തേക്കാം. പ്ലേ ഹാബിറ്റ് ഇസ് എ വൈ. അപ്പൊ എങ്ങനെ വൈ കണ്ടുപിടിക്കാൻ സാധിക്കും? നമ്മൾ നേരത്തെ പറഞ്ഞ പ്രപ്പോർഷൻ റെഗുലർ പ്ലേയേഴ്സ്, യു ആർ ദ റെഗുലർ പ്ലേയേഴ്സ്. നമുക്കറിയാം ഇവിടെ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. റെഗുലർ പ്ലേയേഴ്സ്, റെഗുലർ പ്ലേയേഴ്സ് ഇസ് 200 and number of students 250. 200 divided by 250 into 100 ചെയ്യണം, കാരണം പ്രപ്പോർഷൻ ആണ്. അപ്പൊ 100 മൾട്ടിപ്ലൈ ആണ്, കിട്ടുന്നതായിരിക്കും എന്റെ y. 80. and ഇവിടെ നമുക്കറിയാം റെഗുലർ 150 divided by 200 into 100 75. അങ്ങനെ നമ്മൾ ലാസ്റ്റ് സീരീസ് ആയിട്ടുള്ളത് ഇവിടെ റെഗുലർ പ്ലേയേഴ്സ് 12 divided by 80 into 100, that is 15. അപ്പൊ അങ്ങനെ നമുക്ക് 80, 75, 60, 40, 30, 15 ഇങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുക? നമ്മുടെ y കിട്ടുക. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യം ചെയ്യേണ്ടത്. അപ്പൊ ഏതൊരു ക്വസ്റ്റൻ ആണെങ്കിലും കണ്ടിന്യൂസ് ഡാറ്റാസ് തന്നു കഴിഞ്ഞ് നമ്മൾ അതിന്റെ ബിറ്റ് വാല്യൂസ് കാണാം. എക്സ് കണ്ടുപിടിക്കുക, ലോജിക്കോടെ ബിറ്റ് വാല്യൂ ബിറ്റ് വാല്യൂ കണ്ടുപിടിക്കലാണ്. മിഡ് വാല്യൂ ആയിട്ട് നമുക്ക് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യാൻ സാധിക്കും. ഇനി പല സിറ്റുവേഷൻ നമുക്ക് പ്രപ്പോർഷൻ വൈസ് ഡാറ്റ ആണെങ്കിൽ ആ പ്രപ്പോർഷനെ നമുക്ക് വെച്ചുകൊണ്ട് പെർസെന്റേജ് ഇതുകൊണ്ട് നമുക്ക് y കണ്ടുപിടിക്കാൻ സാധിക്കും. ഇപ്പൊ നമ്മളിവിടെ ചെയ്താൽ അങ്ങനെ നമ്പർ ഓഫ് റെഗുലർ പ്ലേയേഴ്സ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഇൻടു 100. അങ്ങനെ ചെയ്തുകൊണ്ട് നമ്മൾ എന്ത് കിട്ടി? y ഐഡന്റിഫൈ ചെയ്തു. അപ്പൊ നമുക്ക് എക്സും കിട്ടി, y കിട്ടി. എക്സ് 15, 16, 17, 18, y 82, 75, 60, 40, 30, 15. ഇപ്പൊ ചോദിച്ചൊരു കാൽപിയേഴ്സ് ആണ്. സോ വാട്ട്സ് ദ ഫോർമുല ഫോർ ദ കാൽപിയേഴ്സ്? ദാറ്റ്സ് n into sigma xy minus sigma x into sigma y divided by root of n into sigma x square then minus sigma x whole square into n into sigma y square minus sigma y whole square. അപ്പൊ നമുക്ക് ഇതൊക്കെ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മളുടെ എക്സിന്റെ സീരീസ് ആയിട്ട് എക്സ് 15 to 20, എക്സ് മീൻസ് 15 to 20, y means you are the 80 to 15, 80 to 15, the y means 80 to 15. So find out x, sigma x. നമുക്കറിയാം സിഗ്മ എക്സ് വളരെ ഇമ്പോർട്ടന്റ് എലമെന്റ് ആണ്. സിഗ്മ എക്സ് is 105. then sigma y, y യുടെ ടോട്ടൽ 300. എക്സ് സ്ക്വയേഴ്സ് കാണണം. നമുക്കറിയാം എക്സ് സ്ക്വയേഴ്സ് 15 സ്ക്വയർ 225, 16 256 up to 20 400. The total of the x square 1855. This total of the x square. Then y sigma y square ന്റെ 86 6400, 75 5625, then up to 15 25. Then sigma y the total is 18350. Then sigma x into sigma y, sigma x into sigma 15 into 80 1200, 16 into 75 1200, 17 into 60 1020, out to last one 20 into 15 300. Then find out sigma 1200 1200 100
1020, 720, 570, 300. The top is 50, 10. And n is the number of distribution. എത്ര ഡിസ്ട്രിബ്യൂഷൻ ഉണ്ടായിരിക്കും? 1, 2, 3, 4, 5, 6 6 ഡിസ്ട്രിബ്യൂഷൻ വരാം. അപ്പോൾ നമുക്ക് ഈ ഫോർമുലയ്ക്ക് ആവശ്യമായ എലമെന്റ്സ് നമ്മൾ കണ്ടുപിടിക്കുകയാണ്. n is your 6. Sigma xy is 5, 0, 1, 0. Sigma x 105. Sigma y 300. n 6. Sigma x square 1855. Then and the sigma y square 18350. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. Okay, this is a formula r equal to n is sigma xy. ഇപ്പോൾ നമുക്ക് ജനറൽ ഫോർമുലയാണ് n 6 and sigma xy 5010 minus sigma x 105 into sigma y is 300 divided by n 6 x square 1855 minus sigma x square 105 square, so 105 square, then n into 6, then sigma y square is your the 18350 minus sigma y 300 square. അപ്പോൾ നമുക്കത് കിട്ടുന്നു 30,060 minus 31,500. That is the total value of ഇവിടുത്തെ വാല്യൂ വരുന്നത് 30,060 minus 31,500. And solving the 6 into 185 105 square and 6 into 18350 minus 300 square. സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു മൈനസ് ആണ് വരുന്നത്. കാരണം 30,060 minus 31,500 minus 1400 divided by root of 105 into root of 21,100. അപ്പോൾ നമുക്ക് റൂട്ട് വരുന്നു, 2 റൂട്ട് വരുന്നു. Then minus 1040 root of 105 10.2469 into 20,100 141.774. Then solve with an r equal to minus 0.991. That is your the r. That is the correlation between your the age and play habit. It's a very simple question. അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നോർമലി വന്നു കഴിഞ്ഞാൽ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ ഏജ് പലപ്പോഴും നമുക്കൊരു മിഡ് വാല്യൂസ് റേഞ്ചിൽ കണ്ടുപിടിക്കേണ്ടി വരും. കാരണം കണ്ടിന്യൂസ് സീരീസിലെ ഡാറ്റ തന്ന മിഡ് വാല്യൂസ് കണ്ടുപിടിക്കുക. ചില പ്ലേ ഹാബിറ്റ് പറഞ്ഞ കൺസെപ്റ്റ് കേട്ട് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലോജിക്കൽ ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആ പ്രപ്പോർഷൻ തന്നിരിക്കുന്ന ഡാറ്റയിൽ തന്നെ എൻ്റെ ലോജിക് ഉണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ റെഗുലർ പ്ലേയേഴ്സ് ഉണ്ട്, നമ്പർ ഓഫ് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പോൾ അത് വെച്ചുകൊണ്ട് പ്ലേ ഹാബിറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ 200 ആണ് റെഗുലർ പ്ലേയേഴ്സ്, 200 ഡിവൈഡ് 250 into 100. അപ്പോൾ അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓട്ടോമാറ്റിക്കലി y കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ എക്സും വൈയും കണ്ടുപിടിക്കുക. നമുക്ക് എപ്പോഴും അസ്യൂം ചെയ്യുക ഫസ്റ്റ് വാരിയബിൾ എക്സ് ആണ്, ഏജ് ഈസ് ദ ഫസ്റ്റ് വാരിയബിൾ ആൻഡ് ദ വൈ സെക്കൻഡ് വാരിയബിൾ പ്ലേ ഹാബിറ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ അങ്ങനെ എക്സുകൾ കംപ്ലീറ്റ് കണ്ടുപിടിക്കും. മിഡ് വാല്യൂസ് ആണ് എക്സ് ആയിട്ട് അസ്യൂം ചെയ്യുന്നത്, ഏജ് ആണ് എക്സ്, മിഡ് വാല്യൂസ്, ദെൻ ആ പ്രപ്പോർഷൻ വെച്ചിട്ടുള്ള വാല്യൂ. അപ്പോൾ അങ്ങനെ വൈയും കണ്ടുപിടിക്കുന്നു. ദെൻ അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, ഫോർമുലയിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. n into sigma x y minus sigma x into sigma y divided by n into sigma x square minus sigma x whole square, then n into sigma y square minus sigma y whole square. അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, വാല്യൂസ് ഐഡന്റിഫൈ ചെയ്യുന്നു, ദെൻ കോറിലേഷൻ കണ്ടുപിടിക്കുന്നു. Okay, that's the first question. So listen, there is a continuous series and there is a proportionalized data. അപ്പോൾ അങ്ങനെ നമുക്ക് വരുമ്പോൾ ഈ രീതിയിൽ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കും. That's an example regarding the RTS. Okay, and the second question, if r equal to 0.6, n equal to 64, find the probable error, standard error, coefficient of determination, coefficient of non-determination and coefficient of alienation. ഇത് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കാണ്. അപ്പോൾ നമുക്കറിയാം r എന്ന കൺസെപ്റ്റ് ഒരുപാട് ഫോർമുലസ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആൻഡ് വാട്ട് ഇസ് എ ഫോർമുല? ദ ഫസ്റ്റ് വൺ പ്രോബബിൾ എറർ കണ്ടുപിടിക്കാം. നമുക്ക് തന്നിട്ടുണ്ട്, എല്ലാ ഇൻഫോർമേഷൻ തന്നിട്ടുണ്ട്. r equal to 0.6, n equal to 64. The first you find a probable error. What is the formula? 0.6745 into 1 minus r square divided by root 10. That's the formula for the probable error. അപ്പോൾ നമുക്ക് ഫോർമുലാസ് അറിഞ്ഞിരിക്കണം. പ്രോബബിൾ എറർ കണ്ടുപിടിക്കുന്ന ഫോർമുല 0.6745 into 1 minus r square divided by root 10. 0.6745, the 1 minus r square, r is a 0.6 square divided by root 64. And there's a probable error is a 0.6745 1 minus 0.36 divided by the 0.8. Sorry, root 64 is 8. Then upon solve 0.6745 0.64 divided by 8. That means 0.6745 into 0.08. The value of the probable error is 0.05396. Solve with the probable error. So only the simple element, that is your the simple element is that is your the formula. Formula is important. The first one is your the probable error. And
Second one, standard error. What is the formula for the standard error? Second one, standard error. What is the formula? 1 minus r square divided by root n. So that's the formula. 1 minus r square 0.6 square divided by root 64. It's the 8. That means 1 minus 0.36. There's a 0.64 divided by 8. The standard error is a 0.08. അപ്പോൾ ഇവിടെ ആറും എന്നും കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ഓരോ എലമെന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഓരോ എലമെന്റ് 1 by 1 ആയിട്ട് നമുക്ക് കണ്ടുപിടിച്ച് കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് അനദർ വൺ ഈസ് ദ കോഎഫിഷ്യന്റ് ഓഫ് ഡിറ്റർമിനേഷൻ. കോഎഫിഷ്യന്റ് ഡിറ്റർമിനേഷൻ മീൻസ് ആർ സ്ക്വയർ. ആറിന്റെ സ്ക്വയർ കണ്ടാൽ മതി. ഇറ്റ്സ് എ കോഎഫിഷ്യന്റ് ഡിറ്റർമിനേഷൻ ആൻഡ് ഹിയർ ദർ ഇസ് ആർ ഈസ് 0.6. സോ coefficient determination 0.6 square, that's a 0.36. That is your the coefficient of determination. R, what is R? R means your the coefficient correlation. Coefficient of correlation പറയുന്ന പേരാണ് R. R കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ബാക്കി എലമെന്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. Okay, and the last one is coefficient of and after the non-determination. What is the formula of non-determination? The coefficient of non-determination means 1 minus R square. 1, R is 0.6 square, 1 minus 0.36 is a 0.64. That's the coefficient of the non-determination. This is the coefficient of the non-determination, that's a 0.64. അപ്പോൾ 0.64 ആണ് നമുക്ക് coefficient non-determination. അപ്പോൾ ഫോർമുലയിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണം. അപ്പോൾ 1 minus R square, 1 minus 0.6 square, 1 minus 0.36, that's a coefficient determination 0.64. Okay, and the last one, coefficient alienation. What is the formula? Coefficient alienation equal to root 1 minus r square, root 1 minus 0.6 square, that's root 1 minus 0.36, that's root 0.64, that's a 0.8, that's 0.8. That is your the coefficient alienation. It's a very simple element. അപ്പോൾ നമുക്ക് പലപ്പോഴും കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിച്ച് ആർ എന്ന കൺസെപ്റ്റ് കണ്ട് ഒരുപാട് മെത്തേഡ് ഉണ്ട്. അപ്പോൾ കോഎഫിഷ്യന്റ് ഓഫ് കോറിലേഷൻ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള എലമെന്റുകളായിരിക്കും അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന ഫോർമുല. ദാറ്റ്സ് എ പ്രോബബിൾ എറർ, ദാറ്റ്സ് എ 0.6745 into 1 minus r square divided by root n, and there is a standard error 1 minus r square divided by root n, and this is a coefficient determination, that's r square. The coefficient of non-determination 1 minus r square stands to 0.64, and the alienation root of 1 minus r square. അപ്പോൾ ഈ ഫോർമുലാസ് വെച്ചുകൊണ്ട് നമുക്ക് ഇത് സോൾവ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. The second one, different element, that is a probable error, standard error, coefficient determination, and coefficient of alienation. Okay, and after the third problem, the ranking of the 10 individuals at the start, at the finish a course of training are as follows. Rank ആണ് തന്നിരിക്കുന്നത്, ശ്രദ്ധിക്കുക. ranks of 10 individuals at the start at time, at the finish at time. ഇങ്ങനെ നമുക്ക് റാങ്ക് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇൻഡിവിജ്വൽസിന്റെ പേര് A B C D up to J. റാങ്ക് ബിഫോറുള്ള റാങ്കുകളാണ്, ദെൻ ആഫ്റ്റർ ട്രെയിനിങ് കഴിഞ്ഞതിന് ശേഷമുള്ള റാങ്കുകളാണ്. സ്റ്റാർട്ടിംഗ് ടൈമിലുള്ള റാങ്കും ഫിനിഷിംഗ് ടൈമിലുള്ള റാങ്കുകളാണ് തന്നിരിക്കുന്നത്. ദിസ് മീൻസ് സ്റ്റാർട്ടിംഗ് ടൈം, ദറ്റ്സ് എ ഫിനിഷിംഗ് ടൈം. അപ്പോൾ റാങ്ക് തന്നിരിക്കുന്നത് കാൽക്കുലേറ്റ് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. നമ്മൾ പറഞ്ഞിരിക്കുന്നത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിച്ചേക്കാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ഡിസ്കസ് കാൾ പിയേഴ്സൺ ആണ്. ഇനി സ്പിയർമാൻ വരുമ്പോൾ രണ്ട് ഫോർമുലാസ് ഉണ്ട് സ്പിയർമാനിൽ. ഒന്ന് റാങ്ക് റിപ്പീറ്റഡ് വരുന്ന സിറ്റുവേഷൻസ്, ഇനി റിപ്പീറ്റഡ് റാങ്ക് ഇല്ലാത്ത സിറ്റുവേഷൻ. അപ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം റാങ്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണെങ്കിൽ നമുക്ക് വളരെ പെട്ടെന്ന് പ്രോബ്ലത്തിൽ കടക്കാൻ സാധിക്കും. ഇനി ഒരു ക്വസ്റ്റ്യൻ റാങ്ക് ചെയ്യാണ്ടാണ് തരുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? അത് റാങ്ക് ചെയ്തിട്ട് വേണം സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കണ്ടുപിടിക്കാൻ. അപ്പോൾ ചോദിച്ചിരിക്കുന്നത് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ആണ്. ഓക്കെ, നമുക്കറിയാം ഇവിടെ തന്നിരിക്കുന്ന ഡിസ്ട്രിബ്യൂഷൻ റാങ്ക് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്, റാങ്കുകളാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, കാരണം റാങ്ക് ചെയ്തിട്ടുണ്ട്. റാങ്ക് ചെയ്യാത്ത ഡിസ്ട്രിബ്യൂഷൻസ് ആണെങ്കിൽ നമ്മൾ റാങ്ക് ചെയ്തതിന് ശേഷം മാത്രമേ പ്രോബ്ലം ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ ഡയറക്റ്റ് ഇവിടെ റാങ്ക് ചെയ്തിട്ടുണ്ട്. ഓരോ ഇൻഡിവിജ്വൽസ് അതിന്റെ ബിഫോർ റാങ്കും ആഫ്റ്റർ റാങ്കും അവർ തന്നേക്കാണ്. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് ടൈമിലത്തെ റാങ്കും ഫിനിഷിംഗ് ടൈമിലത്തെ റാങ്കും നമുക്ക് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എത്ര പേഴ്സൻ്റ്? 1 2 3 4 5 6 7 8 9 10 10 പേരുണ്ട്. 10 പേരുടെ സ്റ്റാർട്ടിംഗ് ടൈമിലത്തെ റാങ്ക് ഫിനിഷിംഗ് ടൈമിലത്തെ റാങ്ക് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ റാങ്കിലേക്ക് നോക്കാം. റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുന്നില്ല. റിപ്പീറ്റഡ് റാങ്ക് വരുന്ന സിറ്റുവേഷൻസ് ഉണ്ട്. അപ്പോൾ രണ്ട് സിറ്റുവേഷൻസ് ആണ് നമുക്കുള്ളത്, റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനും റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്ന സിറ്റുവേഷനും. അപ്പോൾ ഇവിടെ ഒരിക്കലും റാങ്കുകളൊന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യില്ല. നമുക്കറിയാം സ്പിയർമാൻ്റെ ഫസ്റ്റ് ഫോർമുല നമ്മൾ യൂസ് ചെയ്യും. വാട്ട് ഇസ് ദ ഫസ്റ്റ് ഫോർമുല? R equal to 1 minus then bracket 6 sigma d square divided n into n square minus 1. ഈ ഫോർമുല നമ്മൾ ഇവിടെ സ്പിയർമാനിൽ നോർമലി നമ്മൾ യൂസ് ചെയ്യാറ്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം റാങ്ക്
റിപ്പീറ്റ് ചെയ്യുന്നുണ്ടോ നോക്കാം. ദ ഫോർമുല വെൻ ദർ ഇസ് നോ ടൈഡ് റാങ്ക് ഓർ നോ റിപ്പീറ്റഡ് റാങ്ക് അല്ലെങ്കിൽ റാങ്ക് ടൈഡ് ആയിട്ട് വരുന്നെങ്കിൽ മീൻസ് എന്താ പറയുക കൺഫ്യൂഷൻസ് ഉണ്ട്. ഒരു റാങ്ക് രണ്ടുപേർക്ക് കൊടുക്കുന്ന സിറ്റുവേഷൻസ് വരുന്നുണ്ടെങ്കിൽ നമ്മൾ വേറെ ഫോർമുല യൂസ് ചെയ്യണം. ഇവിടെ നമുക്ക് ഒരിക്കലും റാങ്കുകൾ കൺഫ്യൂഷനിൽ റാങ്കുകൾ റിപ്പീറ്റും ചെയ്യുന്നില്ല. അപ്പൊ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ സാധിക്കും. അപ്പൊ എന്താണ് ഇവിടുത്തെ പാരാമീറ്റേഴ്സ്? ആർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ആണ്, ദാറ്റ് ഇസ് ആർ. ഡി മീൻസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ റാങ്കുകളുടെ ഡിഫറൻസിനെയാണ് ഡി എന്ന് പറയാം. എൻ ഈസ് എ നമ്പർ ഓഫ് ഒബ്സർവേഷൻ. ഇപ്പൊ നമുക്കറിയാം റാങ്കുകൾ തന്നിട്ടില്ലെങ്കിൽ റാങ്ക് ചെയ്യണം. റാങ്ക് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ ചെയ്യണം? അസെൻഡിങ് ഓർഡർ ഡിസെൻഡിങ് ഓർഡറിലാണ് ചെയ്യണം എന്നാണ് പറയാം. പക്ഷെ ഇവിടുത്തെ ഡിസ്ട്രിബ്യൂഷനിൽ ഓൾറെഡി റാങ്ക് ചെയ്തിട്ടുള്ള ഡാറ്റയാണ് തന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അതിന് റാങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റാങ്ക് ചെയ്ത ഡാറ്റയാണ് തന്നെങ്കിൽ നമ്മൾ ഒരിക്കലും റാങ്ക് ചെയ്യാൻ നിൽക്കേണ്ട, നേരിട്ട് പ്രോബ്ലത്തിൽ കടക്കാൻ സാധിക്കും. അപ്പൊ നമുക്ക് സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ, ദിസ് എ ഫോർമുല ഫോർ ദ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ. ആർ ഈക്വൽ ടു 1 മൈനസ് 6 into sigma d square divided by n into n square minus 1. 6 into sigma d square ആണ്. അപ്പൊ നമ്മൾ അവിടുന്ന് കണ്ടുപിടിക്കണം. അപ്പൊ ഈ ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഡി കണ്ടുപിടിക്കണം, ഡി സ്കോർ കണ്ടുപിടിച്ചിട്ടാണ് പ്രോബ്ലം ചെയ്യാൻ സാധിക്കുക. അപ്പൊ ഇതാണ് ഫോർമുല, നമുക്ക് ആവശ്യമായിട്ട് വരുന്ന ഫോർമുല. കാരണം ഇവിടെ ഒരിക്കലും റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല, തന്നിരിക്കുന്ന റാങ്കുകളൊന്നും റിപ്പീറ്റ് ചെയ്യാത്ത റാങ്കുകളാണ്, റിപ്പീറ്റ് ചെയ്യുന്ന പ്രശ്നം. ലെറ്റ്സ് മൂവ് ടു സൊല്യൂഷനിലേക്ക് പോവാം. സോ റാങ്ക് ബിഫോർ നമുക്കറിയാം 1 6 3 9 5 2 up to 4. അപ്പൊ നമ്മൾ എഴുതി 1 6 3 9 5 to 4. ആൻഡ് റാങ്ക് ആഫ്റ്റർ 6 8 up to 1 6 8 up to 1. അപ്പൊ നമുക്ക് ബിഫോർ റാങ്കും ആഫ്റ്റർ റാങ്കും നമ്മൾ എഴുതി. ദാറ്റ് മീൻസ് സ്റ്റാർട്ടിംഗ് ടൈം റാങ്ക് ആൻഡ് ദ ഫിനിഷിംഗ് ടൈം റാങ്ക്. അപ്പൊ സ്റ്റാർട്ടിംഗ് ടൈമത്തെ റാങ്കുകളാണ് ഇതൊക്കെയും, ഈ ഇത്തരം വ്യക്തികളുടെ സ്റ്റാർട്ടിംഗ് ടൈമത്തെ റാങ്കുകളാണത്, ഫിനിഷിംഗ് ടൈമത്തെ റാങ്കുകൾ എഴുതി. And the final D. D means differences. 1 minus 6 is a minus 5. 6 minus 8, 1 minus 2. 3 minus 3, 0. 9 minus 2, 7. 5 minus 7, minus 2. Up to 4 minus 1 is a 3. D കണ്ടുപിടിക്കുക. Find the D. നമ്മൾ ആദ്യം D കണ്ടുപിടിക്കുക. D means differences. What is the D? D means differences between two ranks. അപ്പോൾ നമ്മൾ ഡിഫറൻസ് ആണ് കണ്ടുപിടിക്കുക. രണ്ട് റാങ്കുകളുടെ ഡിഫറൻസസ്. ഓക്കെ. Then D square. What is the D square? നെക്സ്റ്റ് ഡി സ്ക്വയർ, ഇതിന്റെ സ്ക്വയർ കാണാം. -5 25, മൈനസ് ഒക്കെയും പോസിറ്റീവ് ആണ്, സ്ക്വയർ ആണ്. -2 4 0 7 49, -2 4 8 64, -8 64, 2 4 1 4 4 16 3 9. അപ്പൊ നമുക്കറിയാം എല്ലാത്തിനും ഡി സ്ക്വയർ കിട്ടി. ഞാൻ സിഗ്മ എടുക്കുക. സിഗ്മ മീൻസ് ടോട്ടൽ 25 പ്ലസ് 4 പ്ലസ് 0 പ്ലസ് 49 പ്ലസ് 4 പ്ലസ് 64 4 1 16 9. The total is 176. The total is 170. That is the sigma d square. അതിനെയാണ് സിഗ്മ ഡി സ്കോർ. അപ്പൊ സിഗ്മ ഡി സ്കോർ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം? റാങ്കുകൾ ഐഡന്റിഫൈ ചെയ്തു. ഇവിടെ റാങ്ക് നേരിട്ട് തന്നേക്കാണ്. അപ്പൊ റാങ്കുകൾ ഐഡന്റിഫൈ ചെയ്തു, ഡിഫറൻസസ് കണ്ടു, ഡിഫറൻസസ് സ്ക്വയർ കണ്ടു, ദെൻ അതിന്റെ ടോട്ടൽ എടുത്തത് സിഗ്മ ഡി സ്കോർ 176. ആൻഡ് സബ്സ്റ്റിറ്റ്യൂട്ട് ദ ഫോർമുല ആർ. ഇവിടെ n എന്താണ്? n is 10. കാരണം 1 2 3 4 5 6 7 8 9 10 10 പേരാണ്. n is 10. Then formula is r equal to 1 minus 6 into sigma d square divided n into n square minus 1. 1 minus 6 into sigma d square കിട്ടിക്കഴിഞ്ഞു. 176 ആണ് sigma d square. Divided by n is a 10. 10 into 10 square minus 1. That means r equal to 1 minus 6 into 176, 1056 divided by 10 into 10 square minus is 990. That's r equal to 1 minus 1.067. That means r equal to minus 0.067. It's a minus 0.067. That is your the Spearman rank correlation. അതായിരിക്കും നമ്മുടെ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ ആയിട്ട് വരണത്. ഓക്കെ, ഇറ്റ്സ് വെരി ഇമ്പോർട്ടന്റ് എലമെന്റ്. ഇപ്പോൾ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ യൂസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് ഫോർമുലയുണ്ട്, ഏത് ഫോർമുലയും സ്യൂട്ടബിൾ ആവാം. റാങ്കുകൾ റിപ്പീറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻസ് ഉണ്ടാവാം, അതിവിടെ വന്നിട്ടില്ല. വരുമ്പോൾ നമ്മൾ രണ്ടാമത്തെ ഫോർമുലയാണ് യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ദാറ്റ് മീൻസ് ദർ ഇസ് നോ ടൈഡ് റാങ്ക് ഓർ നോ റിപ്പീറ്റ്. റാങ്കുകൾക്ക് തമ്മിൽ കൺഫ്യൂഷൻ ഇല്ല, ഡയറക്റ്റ് തമ്മിലുള്ള റാങ്കുകളാണ്, ഒരു കൺഫ്യൂഷനും വരുന്നില്ല. There is no tied rank and no repeated rank. അപ്പൊ അങ്ങനെയാണ് നമുക്കറിയാം ഈ ഫോർമുല നോർമലി യൂസ് ചെയ്യുക. R equal to 1 minus 6 into sigma d square divided by n into n square minus 1. D is the differences between the bank, means rank. R is the coefficient of correlation. Spearman. N is number of observation. ഈ റാങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ റാങ്ക് ചെയ്തിട്ടാണ് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യും. ഇവിടെ നമുക്ക് റാങ്ക് ചെയ്തിട്ടാണ് തന്നിരിക്കുന്നത്, അതുകൊണ്ട് നമ്മൾ ഒരിക്കലും റാങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. റാങ്കുകൾ നേരിട്ട് തന്നിരിക്കുകയാണ്. So solution point of view, find out the D. നിങ്ങൾ ആദ്യം D കണ്ടുപിടിക്കുന്നു. Then there is a D square and sigma D square, the 176. Then substitute in the formula. That's R into sigma D square 176 divided by n. It's a 10 and the 10 square minus 1 1056 divided by 990. 1 minus 1.067. That's a
0.067. That is your the Spearman rank correlation. Okay, these three methods of the problem. The first problem is a Karl-Pearson coefficient of correlation. The Karl-Pearson coefficient of correlation, there is a data is given the continuous series, and there is a proportional wise arrangement. So we can assume the first variable x is the y and play habit as a x is an age and play habit is a y. And how to find out the x? Can find out the x through the mid values. And how to find out the y? We can find out the y through the proportional arrangement. We can identify the y through the proportional arrangement. And these are the x mid values, these are the x, and these are your the y, that is a proportion, these are your the y. And substitute the formula sigma x, sigma y, sigma x square, sigma y square, and sigma xy. And observation n is 6, and find applied in your the formula, get the Karl-Pearson correlation coefficient, that's a minus 0.991. Second question, R is given 0.6, n is 60, find the probable error. What's the probable error? And 0.6745 into 1 minus r square divided by root 10. And there is a standard error, 1 minus r square divided by root 10. R is always a coefficient of correlation. R is representing as the coefficient of correlation. And the determination is r square, 0.36. Non-determination, 1 minus r square, 0.64. And alienation, root of 1 minus r square, that is a 0.8. These are the formulas regarding the orientation, determination, and the non-determination. And finally, Spearman rank correlation. Spearman rank correlation is important is given to the rank. Rank തന്നിട്ടില്ലെങ്കിൽ റാങ്ക് ചെയ്തിട്ട് വേണം പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യാൻ. ഇവിടെ റാങ്ക് തന്നതുകൊണ്ട് നമുക്ക് വളരെ പെട്ടെന്ന് ചെയ്യാൻ സാധിക്കും. റാങ്ക് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ ഡിസ്ട്രിബ്യൂഷൻ റാങ്ക് ചെയ്യണം. ഇനി റാങ്ക് ചെയ്യുമ്പോൾ ടൈഡ് റാങ്ക് ഉണ്ടോ, റിപ്പീറ്റഡ് റാങ്ക് ഉണ്ടോ, അങ്ങനെ വേറെ ഫോമുലയാണ്. ടൈഡ് റാങ്ക് ഇല്ല, റിപ്പീറ്റഡ് റാങ്ക് ഇല്ലെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഫോമുല യൂസ് ചെയ്യാം, അല്ലെങ്കിൽ സെക്കൻഡ് ഫോമുല നമ്മൾ യൂസ് ചെയ്യുന്നത് ഫോമുല ഫോർ ദ സ്പിയർമാൻ റാങ്ക്, ബിക്കോസ് ദർ ഇസ് നോ ടൈഡ് റാങ്ക് ആൻഡ് ദർ ഇസ് നോ റിപ്പീറ്റഡ് റാങ്ക്. കാരണം ഇവിടെ ഒറ്റ റാങ്ക് റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഓക്കെ, and find out the d square, and the solution is r minus 1.067, that is r equal to 0.067. So that is the Spearman rank correlation, coefficient of correlation. Okay, what is the correlation? Correlation is like a relationship between two variables. We can easily find the correlation with the help of the two variables. We can use Spearman rank correlation or the Karl-Pearson correlation according to the situations. Okay, anyway, thank you so much, and thank you for watching me.